Hi students. Rejin TM, lecturer, Department of Mechanical Engineering, Majlis Polytechnic College. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ എൻജിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ എൻജിനീയറിംഗ് മെറ്റീരിയൽസ്. ഓക്കെ, എന്താണ് തെർമൽ പ്രോപ്പർട്ടീസ്? ഏതൊക്കെയാണ് തെർമൽ പ്രോപ്പർട്ടീസ്? സ്പെസിഫിക് ഹീറ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് തെർമൽ റെസിസ്റ്റൻസ്. ഇത് മൂന്നാണ് തെർമൽ പ്രോപ്പർട്ടീസ്. എന്താണ് സ്പെസിഫിക് ഹീറ്റ്? The specific heat of a substance is the amount of heat required to change the temperature of unit mass of a substance 1 degree by 1 degree. അപ്പോൾ എന്താണ് the amount of heat? എത്രമാത്രം ഹീറ്റ് ആവശ്യമുണ്ടോ എന്തിന്? ഫോർ ചേഞ്ച് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. ഒരു യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ചേഞ്ച് ചെയ്യാൻ വേണ്ടി എത്രമാത്രം ടെമ്പറേച്ചർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആവശ്യമുണ്ടോ അതിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, 1 ഡിഗ്രി, ഒരു യൂണിറ്റ് മാസിൻ്റെ 1 ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് ആവശ്യമുണ്ട് എന്ന് പറയുന്നതാണ് എന്ത്? സ്പെസിഫിക് ഹീറ്റ്. ഈ തെർമൽ കണ്ടക്ടിവിറ്റി, the thermal conductivity, the rate at which the heat can flow through a material under the influence of a given temperature gradient. അപ്പോൾ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ്, ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഒരു സ്ഥലത്ത് നിന്ന് ഹീറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അതിനാണ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവണം. ആ ടെമ്പറേച്ചർ ഡിഫറൻസിൽ ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്രമാത്രം ഫ്ലോ ചെയ്തു അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. ദ റേറ്റ് അറ്റ് വിച്ച് ദ ഹീറ്റ് ക്യാൻ ഫ്ലോ ത്രൂ എ മെറ്റീരിയൽ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ ഗിവൺ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുക. ഈ തെർമൽ റെസിസ്റ്റൻസ്, ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് തെർമൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ തെർമലിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിനെ കടത്തി വിടാതിരിക്കാനുള്ള കഴിവ്, അതായത് തെർമൽ റെസിസ്റ്റൻസ്. തെർമലി നമ്മൾ എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് ഓഫേർഡ് ടു ഹീറ്റ് ഫ്ലോ ത്രൂ ദി മെറ്റീരിയൽ, ഹീറ്റ് ഫ്ലോ തടയുക. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ത്? തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് കൊറോഷൻ റെസിസ്റ്റൻസ്, അതായത് കെമിക്കൽ പ്രോപ്പർട്ടിയാണ് കൊറോഷൻ റെസിസ്റ്റൻസ്. നമുക്കറിയാം കൊറോഷൻ എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റാലിക് മെറ്റീരിയൽ ടു ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ കെമിക്കൽ ഓർ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഒരു മെറ്റാലിക് മെറ്റീരിയലിൻ്റെ ഡിസ്ട്രക്ഷനാണ്, നശിച്ചു പോലാണ്. എങ്ങനെ? കോസ്ഡ് ബൈ കെമിക്കൽ ഓർ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ കാരണം മെറ്റാലിക് മെറ്റീരിയൽ നശിച്ചു പോകുന്നതിനെയാണ് എന്ത് പറയുക? കൊറോഷൻ എന്ന് പറയുക. അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അതാണ് എന്ത്? കൊറോഷൻ റെസിസ്റ്റൻസ്. അസിഡിറ്റി ആൻഡ് ആൽക്കലിറ്റി. അസിഡിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് that contain hydrogen which react with a metal to form a salt. അപ്പോൾ എന്താണ് ഹൈഡ്രജൻ? ഇറ്റ്സ് പ്രോപ്പർട്ടി സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ ഹൈഡ്രജൻ ടു റിയാക്ട് വിത്ത് മെറ്റൽ. അത് ഹൈഡ്രജൻ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ടു ഫോം എ സോൾട്ട്. ഫോർ എക്സാമ്പിൾ HCl, H2 ഫോർ എക്സാമ്പിൾ ആർ ദി എക്സാമ്പിൾ. ഇനി ആൽക്കലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് റിയാക്ട് വിത്ത് ആസിഡ്. അപ്പോൾ നേരത്തെ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യാനായിരുന്നു, എന്നാൽ ഇവിടെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ, ടു റിയാക്ട് വിത്ത് ആൻ ആസിഡ് ഫോം സാൾട്ട്. ഇവിടെ സാൾട്ടാണ് ഉണ്ടാകുന്നത്, ഫോം സാൾട്ട്. അമോണിയ, പൊട്ടാഷ് ആർ ദി എക്സാമ്പിൾ ഓഫ് ആൽക്കലീസ്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു, ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു.